and welcome to Comedy Master. Guys, നമുക്ക് ശരിക്കും വിഷമമുള്ള ഒരു കാര്യം ഉണ്ടെന്ന്. ആ സീറ്റ് ഒഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശ്വേത ചേച്ചി ഇല്ലോ. എന്റെ ചുമ്മയാണ് ഞാൻ ഈ മുണ്ട് കൊടുത്തോണ്ട് വന്നത്. ഇത് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്തിയാൽ അവിടെ ഒരു കസേരയെങ്കിലും കിട്ടും. ഈ സംസാരം ഇനി തുടർന്നാൽ നിങ്ങൾ റിസപ്ഷൻ കഴിഞ്ഞെടുത്ത് വെളിയിലെറിയും. ഒരു പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല, ഞങ്ങള് നിർബന്ധിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരാള് വേണ്ടേ? അത് അവിടെ ഒരാള് വേണം. അല്ല ശരിയാണ്, ശ്വേത ചേച്ചി ഇല്ല, നോബിയൺ ഇല്ല, ശ്രീവിദ്യ ഇല്ല, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇല്ല താങ്ങൂല, അവിടെ ഒരാൾ വേണമല്ലോ. ഇതുവരെ കേൾക്കാത്തൊരു സൗണ്ട്. ഞാനിവിടെ എത്തി സാർ. ഇവിടെ കുഴപ്പമൊന്നുമില്ല സാർ. കുട്ടി സാർ. അയ്യേ ചെക്ക് ചെയ്യാ സാർ. അസറാട്ടോ. ഇവിടെ എന്തോ സൗണ്ട് ഉണ്ടല്ലോ. എന്തുകൊണ്ട്? അല്ല അവിടെ ഒന്നുമില്ല. എന്തുകൊണ്ട്? കല്യാണം കഴിയാത്തൊരു മനുഷ്യനാണ്. അറിഞ്ഞിട്ട് പോയാ മതി മിസ്റ്റർ. അല്ല അത് ഉള്ളത് ഒന്നുമില്ല. എന്താണെങ്കിലും പറയൂ. അതിങ്ങനെ പബ്ലിക് വേദിയിൽ പറയാനും പറ്റുന്ന എന്താണ് ഇവിടെ? എന്തോ സാധനം. അല്ല ഇവിടെ അല്ലാതെ വെളിയിലും ക്യാമറ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തോ എടുത്തത് പറ. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒരു ഉഴുന്നൂടെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. എന്തുകൊണ്ട്? അല്ല ഇനിയൊരു കാര്യം പറയട്ടെ. അരഞ്ഞാണോ? അരഞ്ഞാണ് ആണോ? എന്നാ ശരി, ഓക്കെ മാറിക്കോ. സർ ഞാൻ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്. ഞാൻ ഇപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് വന്നതേ ഉള്ളൂ. അത് കുറച്ച് ഓവറാണ്. മാറിക്കോ. ഇവിടെ എന്തോ ഉണ്ട്. പൊട്ടുന്ന എന്തോ ഉണ്ട് ഇവിടെ. അല്ല ഉണ്ട്, പറയണം മിസ്റ്റർ. എന്താ ഇവിടെ? എന്റെ പൊന്നു സാറേ, ഇവിടുന്ന് പഠിക്കാൻ തന്ന സ്ക്രിപ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ പൊട്ടുന്ന എന്തോ ഉണ്ടെന്ന്. സർ ഇവിടെ എല്ലാം ഓക്കെ സർ. റെഡി ഫോർ എൻട്രി. കൊണ്ടുപോകുന്നാണോ? നങ്കൂരം. നങ്കൂരല്ല, കപ്പൽ. നങ്കൂരം ഇവിടുന്ന് കപ്പൽ. ഗംഭീരം. ഒരു ഉഴുന്നൂടെ എടുത്തേനാണ് സംഘത്തെ വിളിച്ചിട്ട് വന്നേക്കുന്നത്. എന്താന്നൊന്നും മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ ആരാ, എന്താ, എവിടുന്ന വരുന്ന ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? അങ്ങനെ നമ്മൾ അത്ഭുതദ്വീപിൽ നിന്നും കേരളത്തിലെത്തിയിരിക്കുന്നു. കേരളം എത്ര സുന്ദരമായ നാടാണ്. കടൽ കൊള്ളക്കാരെ പേടിച്ചിട്ടാണ് നമ്മൾ ഈ തോക്കുമായി ഇവിടെ എത്തിയത്. ഇനി ഈ തോക്ക് ആവശ്യമില്ല. വേണം, തോക്ക് വേണം. കാരണം ഇവിടെയുള്ളവരെല്ലാവരും തോറ്റവരാണ്. അതങ്ങനെ? കാരണം സ്കൂളിൽ പഠിക്കുമ്പോ തോറ്റ് തുന്നം പാടിയിട്ടാണല്ലോ ഇവരിവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വെടി പൊട്ടിച്ച് നടക്കുന്നത് ഇവനാ. ആദ്യം ഇവനെ ഞാനല്ല അവിടെ. തല പൊട്ടി ചെളി തെറിച്ചിട്ട് അവസാനം നമ്മൾ എല്ലാരും വേടന്റെ പരിപാടിയിൽ കിളിമാനൂർ ആൾക്കാർ നിൽക്കും പോലെ നിൽക്കും. എന്നെ വെടിയൊക്കെയല്ലേ, എന്നെ വെടിയൊക്കെയല്ലേ, എന്നെ വെടിയൊക്കെ സംഘം ചേർന്ന് എന്നെ നരവേദികൾക്ക് വിട്ടുകൊടുത്തേക്കാടാ. എന്നെ വെടിയൊക്കെ കൊടുത്തു. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരുടെ കയ്യിലും തോക്കിരിക്കുന്നു. ആ പുള്ളി എന്തിനാ അത് വെച്ചോണ്ടിരിക്കുന്നത്? അദ്ദേഹമായിരിക്കും ഇതിന്റെ പിന്നിലെന്തോ. കൊച്ചിയല്ലേ, ആവശ്യം വരും. അപ്പൊ അദ്ദേഹമല്ല. അതെ, ഈ ചിരിയൊക്കെ കൊള്ളാം, നിങ്ങളുടെ ഈ ഗണ്ണും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ നിങ്ങളുടെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങളെ ശക്തമായി നയിക്കുന്ന ധീരനായ രാജാവ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ പടയോട്ടം നടത്തിയ ഒരേ ഒരു രാജാവ്. അതെ, ഞങ്ങളുടെ അവതാരപ്രവി വാമനപുരി മഹാരാജ്യത്തിന്റെ ഗജേന്ദ്ര രാജകുമാരൻ.
ഇവിടെ ഞാൻ തന്നെ പേടിച്ചു പോയല്ലോ. ഇത്രയൊക്കെ ഗംഭീരോ? കൊള്ളാലോ പകർച്ചേട്ടാ. ഏത് മൂഡ്? അംബാനി മൂഡ്. അല്ല അണ്ടർ അതെ, ഞാൻ ഇവരോടൊന്ന് സംസാരിച്ചു. നമ്മുടെ ദ്വീപിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? അത്ഭുതം തോന്നുന്നു. അത്ഭുതം. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അല്ല അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നിങ്ങളുടെ ദ്വീപില് കുന്തവും വാളൊക്കെ അല്ലേ ഇപ്പൊ എന്താ ഈ തോക്ക് എന്താണ് തോക്കാക്കാൻ കാരണം? നമ്മളിപ്പോ 2025 തങ്കച്ചാ നിക്കുന്നേ. അതെ, അതൊക്കെ കുന്തവും വാളും ഒക്കെ പുരാവസ്തു ഗവേഷണത്തിന് കൊടുത്തിരിക്കുക. ഇതൊക്കെ ന്യൂജനല്ലേ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത്. ചേട്ടാ പുള്ളിയുടെ ഇവിടെ ഇപ്പോഴും 1947 കഴിഞ്ഞിട്ടില്ല. അല്ല പറയുന്ന ഒരു പുതുമ വേണം അല്ലേ? അല്ല പുതുമയുണ്ട്. കാരണം എന്റെ പഴയ ഫോൺ മാറ്റി ഞാൻ പുതിയ ഫോണാക്കി, പിന്നെ പഴയ കണ്ണാടി മാറ്റി പുതിയ കണ്ണാടിയാക്കി, പഴയ കോമഡി മാറ്റി പുതിയ കോമഡിയാക്കി. അത് മാത്രം തെറ്റിപ്പോയി. ഇപ്പോഴും അത് തന്നെ. ആട്ടുകുട്ടി പെറ്റ് 3 എന്നിട്ട് ഇപ്പോഴും അതെന്നാ പാട്ട്? പേടിക്കണ്ട, ഇനിയിപ്പോ അവൻ ചീഞ്ഞ കോമഡി അടിച്ചാൽ ആ മോസ്കിറ്റോ നെറ്റ് ഇല്ലേ, അത് ബാക്കി ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. വെടിവെക്കണ്ട കേട്ടോ, അത് മതി. അതാണ് അതിനുള്ള ശിക്ഷ. ശരി, അപ്പൊ എന്തായാലും പകർച്ചേട്ടാ ഈ ടീമിനെ ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? ഇനിയിപ്പോ വേറൊരു നാട്ടുകൂട്ടത്തിനെ നമുക്ക് വിളിക്കേണ്ട ആവശ്യവും ഇല്ല. അല്ലെ വിളിച്ചു നോക്ക്, എല്ലാം കൂടെ കേറി വെടിവെക്കും. അല്ല ഇവരെ സ്ഥിരമാക്കാൻ പറ്റും, കാരണം ഈ പഴയ കോമഡി അടിക്കുന്നവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി. എങ്കിൽ ആദ്യം മരിക്കും, പുറത്ത് തരേണ്ടി വരും ഞങ്ങള്. ഫസ്റ്റ് അണ്ണൻ വല കണക്ക് പോവും, അത് കഴിഞ്ഞ് ഞാൻ കിണറ് വല കണക്ക് പോവും. അങ്ങനെ വെടി കിട്ടും. ഞാൻ സർവൈവ് ചെയ്യും, കാരണം ഞാനൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ പകർച്ചേട്ടാ ഇനി അങ്ങോട്ടേക്ക് ഷോ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനുമ്പേ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? തീർച്ചയായിട്ടും ഒരു എൻട്രി പഞ്ചിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത്. അപ്പൊ ദ്വീപിലെ ആൾക്കാരല്ലേ ഇവര്? അല്ല, ഇവര് ഇതിനകത്ത് പലരും അത്ഭുത ദ്വീപിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ലേഡി ആർട്ടിസ്റ്റുകൾ ഒഴിച്ച്. അപ്പൊ ഇനിയിപ്പോ അത്ഭുത ദ്വീപ് 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. സാറിനോട് ചോദിക്കണം, അതെ അതെ, ഞങ്ങൾക്ക് കൂടെ ഒരു അവസരം തരണം. വേണം വേണം വേണം. അതെ അതെ. ഞങ്ങള് പുതിയ സുന്ദരികൾ വരട്ടെ. അല്ല, അതുപോലെ ഇതിലുള്ള പലർക്കും ഇത് അതേപോലെ തന്നെ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. വിനയൻ സാറാണല്ലോ അതിന്റെ തെരഞ്ഞെടുക്കലൊക്കെ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ്. അത്ഭുത ദ്വീപിൽ അഭിനയിച്ചവരില്ലോ ഈ കൂട്ടത്തില്? അത്ഭുത ദ്വീപിൽ അഭിനയിച്ചവരാണ് ഇതാ 3 പേര്. അതില് ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവൻ തീരെ കുഞ്ഞ്. 4ാം ക്ലാസ്സിൽ പഠിക്കുവാ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവൻ എന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എനിക്കറിയില്ലായിരുന്നു, എന്നെ എടുത്ത് ഇളിയ വെച്ചിരുന്ന എന്റെ ഭാര്യയായിരുന്നു. അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ വ്യക്തിയാണ് ആ നിൽക്കുന്നത്. എന്നിട്ട് എന്ത് പറഞ്ഞായിരുന്നു സിനിമയ്ക്ക് കൊണ്ട്? സിനിമ അഭിനയിക്കാൻ പോകുന്നുള്ള അറിയായിരുന്നു? ഇഷ്ടമായിരുന്നു അപ്പൊ ആ സമയത്ത് സിനിമ അഭിനയം കാര്യങ്ങളൊക്കെ? സിനിമ ഞാൻ TV മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഇത് അഭിനയിക്കുമ്പോ ഇങ്ങനെ ഭാര്യയാണ് ഭർത്താവെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് കേശവും കിട്ടി താടി മീശുന്നില്ലാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കൊച്ചുകുട്ടിയായിരിക്കും വിചാരിച്ചു. ഒരു ചേച്ചി വന്ന് എടുത്തോണ്ട് പോയി, ബ്രേക്ക് പറഞ്ഞ് വീണ്ടും അവിടെ കൊണ്ടുപോകും ചേച്ചീനെ എടുത്തോണ്ട് പിന്നെ ലഞ്ച് സമയം എപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്റെ ഭാര്യയായിരുന്നു. എന്നിട്ട് എന്തുണ്ടായിരുന്നു ഭാര്യയെന്ന് അറിഞ്ഞപ്പോ? ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്ന എന്തായിരുന്നേനെ? ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇറങ്ങൂലായിരുന്നു. അത് മാത്രമല്ല, നിഖില് ഭയങ്കര സ്പോർട്സ്മാൻ, അതായത് ഫുട്ബോള്, പിന്നെന്തൊക്കെയായിരുന്നു? മിസ്റ്റർ കേരള, മിസ്റ്റർ കേരള, എല്ലാം ഉണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? എന്റെ പത്തനംതിട്ട. ഇപ്പൊ എന്ത് ചെയ്യുവാ? ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുക. ഏത് കോടതിയില്? കരുനാപ്പള്ളി. ഞാനും അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു, ജില്ലാ കോടതിയിൽ തിരുവനന്തപുരം. വേണ്ട, ഇനി കൂടുതൽ പറയണ്ട. ചിലപ്പോ കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയും. ബക്രുചന്റെ കൂടെ ഒരു രാജാവായിട്ടായിരുന്നു. എനിക്കറിയാം, പേര് അമ്പുട്ടി. അത് മാത്രല്ല ചേട്ടന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട് ഇതില്. അതെ, ഫൈറ്റ്. അല്ല, അത് മാത്രല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ശകലം ഒന്ന് ചെയ്യുമ്പോ ഇവര് വന്നിട്ട് നമുക്ക് തരുന്നൊരു ഉഷാറുണ്ടല്ലോ, ചേട്ടാ കലക്കി കേട്ടാ, അങ്ങനെ തന്നെ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ഇവരെല്ലാവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൈജു എനിക്ക് വന്ന പാരാ ഒളിമ്പിക്സിൽ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്, അമേരിക്കയിൽ 2013 പങ്കെടുത്തിട്ടുണ്ട് ഡോർഫ് ഒളിമ്പിക്സിൽ. പിന്നെ നാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ, ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം എനിക്ക് ഒരു ക്ലബ് ഉണ്ട്, അല്ല ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്. ചെറിയ ആളൊന്നുമല്ല, കയ്യിലിരിക്കുന്ന AK-47 പോലത്തെ ആളത്. അദ്ദേഹം പേര് അനീഷിന്റെ വീട് ആലപ്പുഴ. അനീഷും എത്ര വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ആ പടത്തിൽ അഭിനയിച്ചത് അത്ഭുത ദ്വീപ്? ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പടത്തിൽ അഭിനയിച്ചത്. പക്ഷെ ഞാൻ അത്രയ്ക്ക് സന്തോഷവാനായിരുന്നില്ല. കാരണം ഞങ്ങളൊരു 7 പേരെ ഞങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തി. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ പൊക്കം കുറവാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ പൊക്കം ഉള്ളവരായിരുന്നു. കാരണം ഞങ്ങളെ അങ്ങോട്ട് മാറ്റി ഒരു 8 പേര്, ഞങ്ങൾ 8 പേരെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളോട് പാദം പൊയ്ക്കോളം പറഞ്ഞു. കാരണം പൊക്കം കുറഞ്ഞവരുടെ മതിയെന്ന്, ഞങ്ങൾ പൊക്കം ഉള്ളവരാണെന്ന്.
അപ്പം വിനയ സാറാണ് പറഞ്ഞത് വേണ്ട അവരവിടെ നിൽക്കട്ടെ. അങ്ങനെ 8 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് വേഷം കിട്ടിയതും ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതും. 8 ദിവസം ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു, ഭക്ഷണം കഴിച്ച്. അല്ല ഫ്രീ ആയിട്ടെന്നുള്ളതല്ല, ഭയങ്കര സന്തോഷമായിരുന്നു. അത് സന്തോഷമായിരുന്നു. കാരണം എന്താ അറിയോ, ആദ്യമായിട്ടാ പൊക്കക്കൂടലാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കാരണം പക്രുചേട്ടനെയും അതേപോലെ തന്നെ സാജൻ സാഗര നമ്മൾ മറക്കാൻ ഒരിക്കലും കഴിയാത്തൊരു വ്യക്തിയാണ് സാജൻ സാഗര. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഇതിനൊരു വേഷം കിട്ടിയതും പടയാളികളെ വേഷം കിട്ടിയതും ഞങ്ങൾക്ക് ഈ സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്. അത് മാത്രല്ല, ഒരു കാലത്ത് ഈ ഉയരം കുറഞ്ഞ ആൾക്കാരെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് പേടിയായിരുന്നു, പ്രശ്നമായിരുന്നു. മൊത്തത്തിൽ ഒക്കെ കുറവെന്ന് പറഞ്ഞാൽ പിന്മാറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ റിലീസ് ചെയ്ത് ഈ സിനിമ കുറെ അങ്ങോട്ട് പോകെ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ അഭിനയിച്ച മിക്കവരും കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും. അതും പലരും ഉയരമുള്ള പെൺകുട്ടികളെ കെട്ടിയിട്ടുണ്ട്, അല്ലാതെ ഉള്ളവർക്ക് നല്ല ജീവിതം. ചെറിയ പെൺകുട്ടികളെ തെരഞ്ഞിട്ടാണേലും ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവരെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം, നമ്മുടെ കൂട്ടുകാരെ നിർത്തിക്കൊണ്ട് തന്നെ പറയാം, പലർക്കും അപാരമായ ഒരു കോൺഫിഡൻസ്. നമ്മളിലും കലാകാരന്മാരുണ്ട്, നമ്മളിലും ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മളിലും ഹീറോയിസും ഉണ്ട് എന്നൊക്കെ ഉള്ള ആ ഒരു സോഷ്യൽ, അതായത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ എല്ലാവരും അതിന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റാർസ് എല്ലാം. മറ്റേ ബൈജു ആണെങ്കിലും നിഖിലാണെങ്കിലും അനീഷാണെങ്കിലും മറ്റെല്ലാവരും. നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എല്ലാവരുടെ പേരും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്റെ പേര് സാബിത്ത്, കോഴിക്കോടാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. എന്റെ പേര് രാഹുൽ. എന്താ ചെയ്യുന്നത്? ഞാൻ മർഫിന്റെ ഷോറൂമിലായി വർക്ക് ചെയ്യുന്നത്. അത് ശരി. അവിടെ നിന്നപ്പോ ഒരു ചെറിയ സിനിമയിൽ വേഷം കിട്ടി. പഞ്ചവത്സര പദ്ധതി സിനിമയുടെ പേര്. പേര് മുഹമ്മദ് ഷഫീഖ്. ഞാന് മലപ്പുറത്തുനിന്ന് വരുന്നേ. ഞാന് ഒരു നാഷണൽ പാരാ സ്വിമ്മറാണ്, മെഡലിസ്റ്റ് ആണ്. കണ്ണാടിയൊക്കെ ഒന്ന് മാറ്റാം, എന്നാലേ നമുക്ക് കാളെ കാണുള്ളൂ. നാട്ടുകാരെ എവിടെയോ ഒരു ജയൻ കിടപ്പില്ലേ? ജയനുണ്ട്, എന്തൊക്കെയുണ്ട്. എന്താ ചെയ്യണേ? ഞാന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണ്, ഫിഷിന്റെ അതിൽ വർക്ക് ചെയ്തിന്. പിന്നെ സ്റ്റേറ്റ് ലെവലില് 28 മെഡല് സ്വന്തമാക്കിയേക്കണ് ഒരു 5 വർഷം കൊണ്ട്. പക്ഷെ സർക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ്, സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അവര് ചെയ്യട്ടെ. എന്താ പറയണ്ടേ നമ്മള്? നമുക്കൊരു ഗവൺമെന്റ് ജോലിയാണ് ഉദ്ദേശിക്കുന്നത്, ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ഇന്റർനാഷണൽ മെഡലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതൊന്ന് സാറ് ബോധ്യപ്പെടുത്തിയാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു വിഭാഗം ഇത് കൈകാര്യം ചെയ്യുന്നവരോട് ഒരു ചെറിയൊരു അഭ്യർത്ഥനയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അവരെയും കാര്യമായിട്ട് പരിഗണിക്കണം എന്നുള്ളത് ഇവരുടെ മുന്നിൽ വെച്ച് ഇവർക്ക് വേണ്ടി ഒരു വിനീതമായ ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി ക്ലാസ് ടീമിന്റെ ഒരു അഭ്യർത്ഥനയാണ്. അതെ അതെ, ന്യായമായ പറഞ്ഞു. പേരെന്താ? രഞ്ജിനി. അയ്യോ, ചെറിയ നാണോ. കണ്ണാടി ഒന്ന് മാറ്റി ആളെന്ന് കാണട്ടെ. സുന്ദരിയാണല്ലോ. ഓക്കെ, പേര്? ചേട്ടായാണ്, എന്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ അനീഷേ സുന്ദരിയാണെന്ന് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ലല്ലോ. അതും പക്രുചേട്ടന്റെ വായിന്ന് കേൾക്കുമ്പോൾ അവൾ ഒന്നുകൂടെ കേൾക്കാനൊരു രസമുണ്ട്. ഒരു മോനുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആലപ്പുഴ നൂറിനാട്. വർക്ക് ചെയ്യുന്ന? ഞാൻ ഹൗസ് വൈഫാണ്. അനീഷ് എന്താ ചെയ്യുന്നത്? ചേട്ടാ ഇപ്പൊ ഓട്ടോ ഓടിക്കുക. അപ്പൊ ഓട്ടോ ഒക്കെ ഓടിച്ച് സാധാരണക്കാർ, അതായത് വലിയ ആൾക്കാർ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് തന്നെ നമ്മൾ കുടുംബം പുലർത്തുവാണ് അല്ലേ? നേരത്തെ മിഷൻ വഴി തെങ്ങേറ്റമായിരുന്നു, റേഷൻ പണിയായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ലവ് മാരേജ് ആണോ? അല്ല, ലവ് മാരേജ് അല്ല. കുടുംബക്കാര് ആലോചിച്ചതാണ്. സ്ഥലം എവിടെയാ ചേച്ചിയുടെ? സ്ഥലം എവിടെയാ? ആലപ്പുഴ ജില്ല. ഞങ്ങള് അങ്ങേ അറ്റത്തും ചേട്ടായി ഇങ്ങേറ്റം. തീർച്ചയായിട്ടും. കാരണം അറിയാലോ, പണ്ടത്തെ പറയുന്ന പോലെ ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ കേക്കട്ടെ. നെല്ല് 10 കിടന്നാലും അല്ല, പിന്നെ എലി തെങ്ങിന്റെ മേളിലാണല്ലോ. ഇല്ല, അതിന് കല്യാണത്തിന് ശേഷമാണ് എലി തെങ്ങ കയറിയത്. അപ്പൊ ഓക്കെ, നമുക്ക് ചേട്ടായിയുടെ പേര്? എന്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മല്ലം സ്വദേശിയാണ്. എന്താ ചെയ്യുന്നത്? പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോ ആ പറഞ്ഞതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തണം.
ചെറിയ ആൾക്കാരിലും നല്ല ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് പേരെ കൂടി പരിഗണിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? പിന്നെ പ്രൊഫസർ കേട്ടിട്ടില്ലേ ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്? പിന്നെ അതായത് പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്ലബ്ബാണ് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ്. ഞാൻ വന്നിരുന്നു കോട്ടയത്ത്. റാഷി സാർ, തലശ്ശേരി സ്വദേശി ഫൗണ്ടറാണ്. അപ്പം ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്, ക്രിക്കറ്റ് ടീമുണ്ട്, എല്ലാം ഗെയിംസും കളിക്കുന്നവരുണ്ട്. അതായത് നമ്മളിപ്പോ ഞാനൊക്കെ പ്രോഗ്രാമിന് ആദ്യകാലത്തൊക്കെ വിദേശ പരിപാടികളിലൊക്കെ പോകുമ്പോൾ അവിടെയായിരുന്നു ഈ ലിറ്റിൽ പീപ്പിളും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയും സ്പോർട്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ വരണം, കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും വീട്ടിനകത്ത് അടച്ചൊക്കെ ഇരിക്കുക, ആരും പുറത്തേക്ക് പോലും വരാൻ. അത് തീർച്ചയായും ആ ഒരു അവസ്ഥയിൽ നിന്നിപ്പോൾ സമസ്ത മേഖലയിലും നിങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. അടിപൊളിയാണ്. ഫാമിലിയെ പറ്റി പറഞ്ഞേ. കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. പരിചയപ്പെടണം. എന്റെ പേര് നീലിമ. ഞാൻ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കിഴക്കമ്പലത്തു നിന്നാണ്. ഇവര് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഒരു 150 പേരോളം പൊക്കം കുറഞ്ഞവര്, ഒരു 130 സെന്റിമീറ്റർ താഴോട്ട് ഹൈറ്റ് ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മളൊരു ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് ആണ്. അതിന്റെ സെക്രട്ടറിയാണ് ഞാൻ. പിന്നെ ഞാനും പാരാ സ്വിമ്മിങ്ങില് സ്റ്റേറ്റിന്റെ 3 ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഞാനൊക്കെ ഇപ്പോഴും നീന്തുന്ന ഇവിടെ ആയിരിക്കും. അങ്ങനെ പോയും ചെയ്യണം. അതുപോലെ ഞാൻ വെള്ളത്തില് മണിക്കൂറുകൾ എത്ര നേരം വേണേലും ഫ്ലോട്ട് ചെയ്യും. അത് അയ്യോ, ഞാൻ അപ്പുറത്തോട്ട് അടിക്കാൻ വേണ്ടിയിരുന്നാണ്. തങ്കച്ചേട്ടനെ പോലെ അല്ലല്ലോ, ഞാൻ ഇച്ചിരി ഹെവിയാണ്. സത്യം പറഞ്ഞാല് നിങ്ങളുടെ എല്ലാവരുടെയും കഥകളും നിങ്ങളുടെ എല്ലാവരുടെ അച്ചീവ്മെന്റ്സ് കേട്ടിട്ട് ഞങ്ങളാണ് ശരിക്കും ലിറ്റിൽ പീപ്പിൾ ആയിരിക്കുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ അച്ചീവ്മെന്റ്സ് ഇനി മുന്നോട്ട് ഒരുപാട് ഉണ്ടാവട്ടെ. പക്രു ചേട്ടാ, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇവര് വേണം ഇന്ന് നമ്മുടെ നാട്ടുകൂട്ടമായിട്ട്. അതിലിനി വേറെ ഒരു ഇതുമില്ല. നമ്മൾ എല്ലായിടത്തും ഇവിടെ ഉണ്ടാവും. എന്റെ തമാശ കേട്ടിട്ട് ചിരിക്കാത്തവർ ആരൊക്കെ ഉണ്ട് അവരൊക്കെ വെടിവെച്ചേ. എന്നാ ചിരിക്കാനും വെടിവെക്കാനും നിങ്ങൾ റെഡിയാണോ? എങ്കിൽ നമുക്ക് എന്താ പരിപാടി ഓണാക്കാം. അപ്പൊ പക്രു ചേട്ടാ, വെൽക്കം ബാക്ക്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. പ്രേക്ഷകരെ, നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്താണ് ആരംഭിക്കാൻ പോകുന്നത്? മത്സരിക്കാൻ റെഡിയാണോ? ഷാൻ ചേട്ടനും നമ്മുടെ രാജേഷ് ചേട്ടനും ഐഷു റെഡിയല്ലേ? പിന്നെ പക്രു ചേട്ടാ, ഇവരുടെ പെർഫോമൻസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരാണ് ഇന്ന് നമുക്ക് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്കിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ബാറ്ററി ഓൺ ആക്കിയാലോ? ഓക്കെ, യെസ്, ബാറ്ററി ഓൺ ആവട്ടെ. നിങ്ങൾ റെഡിയാണോ? പക്രു ചേട്ടാ റെഡി? റെഡി. ബാറ്ററി റെഡി ആയെങ്കിൽ നമുക്ക് ഇതാ ആരംഭിക്കും. എന്റെ പൊന്നു ചേച്ചി, ചേട്ടാ, ഞാനല്ലല്ലോ കടിച്ചത്, പട്ടിയല്ലേ. ഈ നശിച്ച പട്ടി കണ്ടവന്റെ വീട്ടിലെ കോഴീനെ ആളുകളെയൊക്കെ കടിച്ച് ബാക്കിയുള്ളവര് സമാധാനം പറഞ്ഞു മതിയായി. നമ്മുടെ പട്ടി ഇന്നലെ പോയി കടിച്ചതേ ആ കൂട്ടം കൊണ്ടുള്ള ചന്തിക്കാണ്. അയാള് ഇപ്പൊ വരും എന്നെ കടിക്കാൻ. നിന്റെ ഭർത്താവിനെ ഉയിരോടെ വേണമെങ്കിൽ അയാള് വരുമ്പോ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലെന്ന് ആര് പറയും? നിന്റെ അച്ഛൻ. ഞാനാണ് കുട്ടൻകുണ്ട. ഈ നാട്ടിൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് കുട്ടൻകുണ്ട എന്നാണ്. പക്ഷെ ഈ വീട്ടിലെ പട്ടി കടിച്ചതിന് ശേഷം നാട്ടുകാർ ഇപ്പൊ എന്നെ വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? പട്ടിക്കുട്ടാന്ന്. കരയല്ലേടാ, കരയല്ലേ. പക്ഷെ ഞാൻ എന്തിനാണ് വന്നതെന്നറിയാമോ? പ്രതികാരം വീടാൻ, തിരിച്ചു കടിക്കാൻ. പട്ടീനെയല്ല, പട്ടിയുടെ ഓണറെ വിളിക്കവനെ. അവനെ ഇങ്ങനെ അങ്ങോട്ട് നിർത്തിയിട്ട് ഇടത് വേണോ വലത് വേണോ ഞാൻ ഓടി സഞ്ചരിക്കുന്ന തേനീച്ചക്കൂട്. എന്റെ ഭർത്താവിനെ ഇങ്ങോട്ട് വിളിക്ക്. ഇതേപോലെ തേനീച്ചക്കൂട് കൊടുക്കാനാണ് ഞാനിവിടെ വന്നത്. ആരാ? പുക പൊക്കാൻ വന്നതാണ്. അയ്യോ, പൊല്യൂഷന്റെ ആളാന്നോ? അല്ല, പ്രതികാരം ചെയ്യാൻ വന്നതാണെന്ന്. അയ്യോ, ശരിക്കും നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഭാഗത്തൊക്കെ കുട്ടം കൊണ്ടെന്നറിയപ്പെടും. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കൈയിന്റെ കുഴന്നറിയപ്പെടും. ഇങ്ങനെ കണ്ടാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. സൂപ്പർ.
സൂപ്പർ അത്തപ്പൂക്കളം. ഇത് അത്തപ്പൂക്കളമല്ല, നിങ്ങളെടുത്ത പട്ടി അടിച്ചിട്ട് ചുറ്റും ഇഞ്ചക്ഷൻ എടുത്താണ് എന്റെ പൊക്കിളാണിത്. വിളിച്ചിറക്ക്. വരുമെന്നറിയില്ല. പൊക്കിളേ വാ, പൊക്കിളേ വാ. പൊക്കിളല്ല, നിന്റെ ഭർത്താവിനെ വിളിച്ചിറക്ക്. വിളിക്കവനെ. അയ്യോ ചേട്ടാ ഇങ്ങനെ ആക്കല്ലേ. ഒരു ഗുണ്ടയായ എന്റെ അടുത്ത് നീ ആജ്ഞാപിക്കുന്നോടി. ചിലപ്പോ ഇങ്ങനെ ആക്കും, ഞാൻ ഇങ്ങനെ ആക്കും. അത് വെക്ക നീ ആരടി? എനിക്ക് ആരും അല്ല, എന്റെ പട്ടിക്ക് ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇപ്പൊ വന്ന് കടിക്കും തന്നെ. അപ്പൊ പുല്ലിത് വേണ്ട, പോട്ടെ. ഒളിച്ചു പോകുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. അപ്പുറത്തെ വീട്ടിലെ ഭർത്താവ്. ഇപ്പുറത്തെ കാര്യം. അയ്യോ ഏതോ ഒരു ഭർത്താവുണ്ട്. അല്ല, ആട് ജീവിതത്തിലെ പൃഥ്വിരാജിന്റെ ഫിഗർ ചെയ്യാൻ പോകുന്ന ആളാണ്. പെരിയോനേ എൻ റഹ്മാനേ, പെരിയോനേ റഹീം. പെരിയവനത്ര വലിയവനാണെന്നറിയാമോ? ആരെന്ന് പറയുന്നത്? എന്റെ കെട്ടിയോൻ. നിനക്ക് നീ ആട് ജീവിതമല്ലടാ, പട്ടി ജീവിതമാ. ചേട്ടാ ഒരു കയ്യബദ്ധം അല്ലടാ, വാബദ്ധം. ചേട്ടാ ചേട്ടൻ ഈ പട്ടി കടിക്കാൻ വന്നപ്പോ അനങ്ങാതെ അങ്ങ് നിന്നാ മതിയായിരുന്നു. ദൈവമേ, അനങ്ങിയപ്പോ തന്നെ ഇങ്ങനെ കടിച്ചോടുത്തോണ്ട് പോയി. അനങ്ങാതെ നിന്നു കൊടുത്തിട്ട് പട്ടി ബൊഫയാണെന്ന് പറഞ്ഞ് മൊത്തം കടിച്ചോണ്ട് പോയാ. ചേട്ടാ പരിചയം ഉണ്ടായിരുന്നേ കടിക്കൂലേ? ഇനി ഞാൻ ഇവിടെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാറില്ല പട്ടിക്ക്. എന്താണ് സംഭവം? എന്റെ ഒരു ഭാഗം നിങ്ങൾ പൊട്ടിട്ട് പോയിക്കത്തോളം അറിയാമോ? ഇനി അത് ചോദിച്ചാ തരൂല. തരൂല. അതുകൊണ്ട് നിന്റെ ഒരു ഭാഗം ഞാൻ കടിച്ചെടുക്കൂടാ. എന്റെ ചേട്ടനെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതെ, ഒരു മാതിരി തേരി പുറത്തിരിക്കുന്ന ഹമ്പ് പോലെ ഇരിക്കും. അത് പിന്നെ ഭയങ്കര ഭംഗിയാണല്ല. ചേട്ടാ ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്ക്. ക്ഷമിക്കുമേതുമില്ല. കണ്ണിന് കണ്ണ്, കൈക്ക് കൈ, ചണ്ടിക്ക് ചണ്ടി. ഇല്ല എനിക്ക് പ്രശ്നം കൊളസ്ട്രോളൊക്കെ എന്നെ അത് കുടിക്കല്ലേ. അത് ഞാൻ ടൂറ് പോയപ്പോ കൊണ്ടുവന്ന കടൽ വെള്ളം. കടൽ വെള്ളം അല്ല, അല്ല എങ്കിലത് തെര കാണൂലേ. പറ്റിച്ച് എന്താ കൊട്ടൻ ചുക്കാതെ ഇരുന്ന് കൊട്ടൻ ചുക്കയിലെ കുട്ടൻ കൊണ്ട് വീശുണ്ടേ ഇവിടെ വീശ. അതെ, പട്ടി വന്ന് പോടാൻ പാടില്ല. ഞാൻ കുറ്റിക്കാട്ടിയിരിക്കുന്നു. എന്തിന്? കുറ്റിക്കാട്ടി ഒരു സ്ഥലം തൂക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഈ കുറ്റിക്കാട്ടിൽ എന്തിന് പോയി? അതെ, ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി മറ്റേ പ്ലാസ്റ്റിക് ഓർക്കാൻ വേണ്ടി പോയത്. ഞങ്ങളെ പട്ടി എന്തിനാ പ്ലാസ്റ്റിക് ഓർക്കാൻ പോയേ? അതാണ് ഇവിടുത്തെ വിഷു. അയാൾ എന്നെ കാണിച്ചു കൊല്ലാൻ. എന്റെ വെൽക്കം ഡിഷ് ഇതാ റെഡി ആയിട്ട് നിൽക്കണം. ഇന്ന് നിന്നെ കടിച്ചെടുക്കും ഞാൻ. ഉണ്ടായിരടാ, കടിക്കല്ലേ, ഭയങ്കര വേദനയായിരിക്കും. എടാ, ഒരു ഉറുമ്പടിക്കുന്ന വേദനയുള്ളടാ. ഒരു ഷേപ്പും കാണൂല. ഈ ചെറുക്ക സമ്മതിക്കില്ലല്ല. നീ ഒരു കാര്യം ചെയ്യും, പേനയിട്ട് ഇവിടെ ഒരു ഷേപ്പ് വരച്ചു, ഞാൻ അതുപോലെ കടിക്കും. ഓ അത് ശരി. അപ്പോ ബേബി ഓയാ എന്തരടാ ഇത്? പേടി എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ധൈര്യം വേണോടാ. അവിടെ നില്ലടാ. ആരടാ അത്? ചേട്ടാ, അത് ചേട്ടനല്ല, ചേട്ടനെ കടിച്ച പട്ടിയില്ലേ, ദോണ്ടെ തൊടലും പൊട്ടിച്ച് വന്ന് നിൽക്കുന്നു. പരിചയത്തിനെ കണ്ട പട്ടി കടിക്കും. ഒരു പ്രശ്നമില്ല, നമ്മൾ പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓടിച്ചിട്ട് പട്ടി കടിക്കും. അപ്പൊ ഇനി എന്ത് ചെയ്യും? ക്ലൈമാക്സ് അല്ലേ, അനങ്ങാതെ നിക്കാം. സൂപ്പർ സൂപ്പർ, അടിപൊളി. അതെ, പക്രു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവരുടെ ഈ ഒരു എന്താ പറയുന്നത്, ഇവരെ പേഴ്സണലായിട്ട് കാണുമ്പോൾ 3 പേരും ഗംഭീരമായിട്ട് കളിക്കാൻ കഴിവുള്ള കലാകാരന്മാരാണ്. ഐശ്വര്യൊക്കെ പ്രോമിസിങ് ആണ് കേട്ടോ. ഈ ഒരു കോമഡി, പ്രത്യേകിച്ച് ഈ കോമഡിയിൽ അല്ലേ, പെൺകുട്ടികൾ വളരെ കുറവാണ്. നല്ല സാധ്യതയുള്ളൊരു കലാകാരിയാണ്. അതെ. ഈ ഒരു സ്കിറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കിറ്റ് മൂലയിൽ കൂടെ പോകുന്ന ഒരു ഐറ്റമാണ്.
ഈ പട്ടി കടിക്കാൻ വരുമ്പോ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം എന്നതുപോലെ തന്നെ ഉള്ള സംഭവമാണിത്. ഇതിനകത്ത് ചിലപ്പോൾ വൾഗറായി പോവാൻ സാധ്യതയുള്ള പല ഏരിയകളും ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഇത് പോരാ, ഇതൊരു മത്സരമാണ്. പെർഫോമൻസ് വരുമ്പോൾ അതിന് കാശ് നിങ്ങൾക്ക് കിട്ടും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള കലാകാരന്മാരും കലാകാരിയാണ്. അതുകൊണ്ട് സ്കിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള, കുറച്ചുകൂടി കോൺഫിഡൻസ് ഉള്ള സാധനങ്ങളും കൊണ്ട് വന്നാൽ കൂടുതൽ പൈസയും കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ, സൂപ്പർ, താങ്ക് യു. ഒരു ബാക്ക് കാരണം എന്തൊക്കെ നടന്നു അല്ലേ? അല്ല, അതെന്തായിരുന്നു? ബോക്സ് ആയിരുന്നു അത്. ബോക്സ് അല്ലേ? അതാ തേനീച്ചക്കൂട്. മഴത്തുള്ളി കിളിക്കത്തില് നമ്മുടെ സലിമേട്ടൻ വരുന്ന സാധനം ഉണ്ടല്ലോ, റൂട്ട് പിടിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നല്ല കളർഫുള്ളും രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങളെ ഈ ഐഷു ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്റ്റാർ തന്നെയാട്ടോ. ഐഷു എപ്പോ പെർഫോമൻസ് ചെയ്യാൻ വരുമ്പോഴും അല്ലെ, നമ്മളെപ്പോഴും ഐഷുവിനെ പറ്റി പറയാറുണ്ട്. അത് മാത്രമല്ല, ഐശ്വര്യ കറക്റ്റ് സമയത്ത് കൊടുക്കുന്ന എക്സ്പ്രഷൻ, ഈ വർഷങ്ങളായിട്ട് മിമിക്രി സ്കിറ്റ് കളിച്ച് നിൽക്കുന്ന ചില സാധനങ്ങൾ ഇവിടില്ലേ, എല്ലാ സെക്കൻഡിലും ഓരോ ആക്ഷൻ ഇടുന്നുണ്ട്. മറ്റേ ഈ സാധനം ഇങ്ങനെയൊക്കെ ഇട്ടോ താഴെ നിൽക്കുമ്പോ ഈ ഐശുവിനെ ഒരു കുഞ്ഞു വെച്ചു വന്നിന്നെ അമ്മ എന്ന് വിളിച്ചു പോയപ്പോ ഐശു പെട്ടെന്ന് ആ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നു. താങ്കളുടെ കല്യാണം കഴിഞ്ഞാണോ? പോടാ, സത്യമായിട്ടും ആണ്. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? കുഞ്ഞിന് ഇളയ കൊച്ചിന് 5 വയസ്സ്. യൂമീൻ ഇളയ കൊച്ചെന്ന് പറയുമ്പോ ഇനി ഒരാള്? Oh my God, 2 kids? 10ാം ക്ലാസ്സിലോട്ടാ. മോളല്ലേ? വന്ന മോളെ എന്താ വാവയുടെ പേരെന്താ? മൈക്ക് പറയാവോ പേര്? ആത്മിയ എന്നാണോ? ആൻമിയ. ഏത് ക്ലാസ്സിലാ? UKG. ചക്കരെ, സോ ക്യൂട്ട്. ഐശു, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 14 വർഷമായി. 14 വർഷം. ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കല്യാണം കഴിഞ്ഞത്? വരെ ട്യൂഷൻ ക്ലാസ്സിലും പോയാണോ കല്യാണം കഴിഞ്ഞത്? അല്ല, ആരും കൈപ്പിച്ച് വിട്ടതല്ല. ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചാടിയതായിരുന്നു. നേരത്തെ ചാടിപ്പോയി. നേരത്തെ ചാടി. സ്ഥലം എവിടെ മോളെ? കോഴിക്കോടാ. വീട്ടിലപ്പോ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പം എന്റെ 2 മക്കള്, അമ്മേന്റെ ഒരു സഹോദരിയാണ് എന്റെ മക്കളെ നോക്കുന്നത്. എന്റെ അമ്മയും ബ്രദറും ഒക്കെ അങ്ങ് ഗൾഫിലാണുള്ളത്. ബ്രദറിന്റെ ഫാമിലി ഒക്കെ എല്ലാരും എബ്രോഡ് ആണ്. ഹസ്ബൻഡ് കുറച്ചു കാലം മുന്നേ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിന് പേര് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അമ്മയാണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതും. ഈ ഫീൽഡിൽ ഇപ്പൊ ഞാൻ ഇന്നിങ്ങനെ വന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും ഉള്ളത് കൊണ്ടാണ്. അമ്മയും നല്ലൊരു കലാകാരിയാണ്. അമ്മ പണ്ടത്തെ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരാളാണ്. അപ്പോൾ അച്ഛൻ കലാകാരനാണ്. അപ്പൊ അങ്ങനെയായിരിക്കും എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ചെറിയ സമയത്ത് ഞാനും എൻ്റെ ഏട്ടനും സ്കൂളിലൊക്കെ പോകുന്ന 1ലും 2ലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ചെറിയൊരു ക്ലാഷ് ഒക്കെ ആയിട്ട് ഇതുപോലെ എന്തൊക്കെയോ പറഞ്ഞ് അവർ സെപ്പറേഷനായി. അപ്പം ഞങ്ങളെ കഷ്ടപ്പെട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ശരിക്കും പറയുകയാണ്, നല്ലൊരു ഫുഡ് പോലും കഴിക്കാനില്ലാത്തൊരു സമയം ഞങ്ങൾക്ക് ബാക്കോട്ട് ഉണ്ടായിരുന്നു. അപ്പം അമ്മ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ടോ ഞങ്ങളെ അവസ്ഥ കണ്ടിട്ടോ അമ്മ ആദ്യമായിട്ട് ഗൾഫിലേക്കൊക്കെ പോയി. പിന്നെയാണ് ഞങ്ങൾ സത്യം പറയാൻ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിലും അവിടെയൊക്കെ പോയിട്ട് വലിയ മെയിനായത്. പക്ഷെ ഇപ്പം ഞാൻ അമ്മയായതിനു ശേഷമുള്ളൊരു കാര്യം പറയാം. എന്താ വെച്ചാൽ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ എന്തോരം പെയിന് സഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അമ്മ ഞങ്ങളെ കാണാതിരിക്കുമ്പോൾ അമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാനൊരു അമ്മയതിനു ശേഷമാണ് മനസ്സിലാവുന്നത്. കാരണം അന്നത്തെ കാലത്തൊക്കെ കത്ത് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ അങ്ങനെ കത്ത് എഴുതിയിട്ട് 1 മാസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ കിട്ടാൻ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ താഴെ ഇങ്ങനെ ഉമ്മാന്ന് എഴുതിയിട്ട് പേന കൊണ്ടൊരു റൗണ്ട് വരച്ചിടും. എന്നിട്ട് ഞങ്ങളോട് പറയൂ അവിടെ ഉമ്മ വെക്കാൻ, കത്തുകളിൽ മാത്രം. അപ്പം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്ന ലോങ് ആണ്. നമുക്ക് അടുത്ത് കിട്ടിയിട്ടില്ല, കെട്ടിപ്പിടിച്ച് ഉറങ്ങാനും കിട്ടിയിട്ടില്ല, ഒന്നിനും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു. പിന്നെ എന്തിൻ്റെയൊക്കെയോ പേരിൽ പക്വതയില്ലാത്ത പ്രായത്തിലൊരു കെട്ടൊക്കെ കെട്ടി 2 മക്കളെ അമ്മയാണ്. ഇപ്പോൾ ഒറ്റയാൾ പട്ടാളായിട്ട് അങ്ങനെ പോകുക. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ബാക്കിൽ എൻ്റെ അമ്മയും ബ്രദർ അതുപോലെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അമ്മ ഇപ്പോഴും അബ്രോഡ് തന്നെയാണോ? ഇപ്പോഴും വർക്ക് ചെയ്യാണ്. ഇപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എന്ന് പറയുന്ന കുറച്ച് ഇപ്പം ആഫ്റ്റർ മാരേജ് കഴിഞ്ഞ് മക്കളൊക്കെ ആയപ്പോൾ ഞാൻ ഈ കലയിലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പക്ക വീട്ടമ്മയായിരുന്നു.
പുറം ലോകം ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആരെയും കുറ്റം പറയുകയല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡും ഞാൻ തമ്മിൽ ചെറിയൊരു പിണക്കാണ്. നാളെ അത് എന്തായിത്തീരുന്നു പോലും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇനി ഒരുമിച്ച് ചിലപ്പോൾ ഞങ്ങൾ രണ്ടാളും ഈ ഫ്ലോറിൽ വരും, അല്ലെങ്കിൽ രണ്ട് യുഗത്തിലായിരിക്കും. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ അതിനൊരു ക്ലാരിറ്റി തരാത്തത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മേനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നിട്ട് അമ്മേനെ നോക്കണം, എൻ്റെ ചെലവിന് നോക്കണം, പിന്നെ എൻ്റെ മക്കളെ നോക്കണം. അതിനെൻ്റെ ഒരു ഉപാധി ജീവിതമാർഗം എന്ന് പറയുന്നത് കോമഡി മാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പം ഈ കോമഡി മാസ്റ്റേഴ്സിലേക്ക് എനിക്ക് അവസരം തന്ന അനു സാറ്, അതുപോലെ എൻ്റെ ടീമിന് എനിക്ക് എന്താ പറയണ്ട അറിയില്ല, അത്രയും നന്ദിയുണ്ട് എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിൽ. സാറേ എല്ലാ ഷെഡ്യൂളും എന്നെ വിളിക്കണേ. അല്ല ഐശ്വര്യ, ഓ ഒരുപാട് കലാകാരന്മാർ, ഈ മികച്ച കലാകാരന്മാർ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ നല്ല ലോകത്തിലെ തന്നെ മുൻനിരയിൽ നിന്നിട്ടുള്ള പല ആളുകളുടെയും ജീവിതത്തിൽ പുറകോട്ട്, ഇത് തുടക്കത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെയോ ഇത്തരത്തിലുള്ള ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ്. അതാണ് നമുക്ക് മുന്നോട്ട് നടക്കാനുള്ള ഒരു ഊർജം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഐശ്വര്യ ഒരു നല്ല ജെന്യുവിനായിട്ടുള്ളൊരു കലാകാരിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്, ആ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത്. എല്ലാ ആശംസകളും നമ്മുടെ പ്രേക്ഷകർ ഐശ്വര്യയുടെ കൂടെ നിങ്ങളുടെ ടീമിനൊപ്പം ഉണ്ടാവും. ഒപ്പം കോമഡി മാസ്റ്റേഴ്സ് നമ്മളെല്ലാവരും ഐശ്വര്യയ്ക്കൊപ്പം ഉണ്ടാവും. ഇനി കൂടുതൽ ജീവിതം ഐശ്വര്യമാവട്ടെ. അടിപൊളി, അത്രേ ഉള്ളൂ. യു ആർ എ സ്ട്രോങ് വുമൻ. അമ്മയും ഒരു സ്ട്രോങ് വുമൻ ആണ്. പെട്ടെന്ന് അമ്മ തിരിച്ചു വരട്ടെ. അമ്മനെ നമുക്ക് സ്റ്റേജിൽ കാണാന്നേ. അമ്മയുടെ അടുത്ത് അഭിനയിക്കാൻ പറയാം. എന്തായാലും അമ്മ ഒരു കലാകാരിയാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് എന്തായാലും. അമ്മയുടെ പേരെന്താ? പേര് പറഞ്ഞ പുഷ്പ. ഓക്കെ, എവിടെയാ സ്ഥലം? ബഹ്റിനിലുള്ളത്. അപ്പൊ ബഹ്റിനിലുള്ള പുഷ്പ ചേച്ചിക്ക് നമ്മുടെയൊക്കെ അതുപോലെ തന്നെ ഒരു കാര്യം, അയ്യോ അരുണേട്ടാ ഹായ്. പക്ഷെ ഒരു കാര്യം പറയാം, പുഷ്പ എന്ന് പറഞ്ഞാ ഫ്ലവർ അല്ല, ഫയറാണ്. കൊച്ചഭിനയിക്കും. അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഞങ്ങള് 3 ദിവസമായിട്ട് റിഹേഴ്സൽ ചെയ്യും. അപ്പൊ അദ്ദേഹം ഉണ്ടല്ലോ, അപ്പൊ റിഹേഴ്സൽ സമയത്ത് ആള് ഫോൺ എടുത്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, റൂബിക്സ് ക്യൂബ് ഇങ്ങനെ തിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ സ്കിറ്റ് കളിക്കുകയാണ്. ഇന്നലെ വന്നിട്ട് ഞാൻ ഈ സ്കിറ്റ് ഒന്ന് പറയട്ടെ. ഞങ്ങളുടെ 3 പേരുടെ ഡയലോഗ് ഒറ്റയടിക്ക് നിന്ന് സ്കിറ്റ് കളിക്കണ പോലെ നിന്ന് പറഞ്ഞു. 5 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ അത്ഭുതം. കേട്ടോ, സ്വന്തമായി ഗ്രൂമർ ഉള്ള ഒരേ ഒരു ടീം, സ്വന്തമായി അവർക്ക് ഗ്രൂമർ വരെ ഉണ്ട്. ശരി, വാവയുടെ ഒരു പാട്ട് കേൾക്കട്ടെ. എല്ലാരും നല്ലൊരു കൈയ്യടി എടുക്കാം അല്ലേ? കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുഴൽ, ഇങ്ങണീരത്തുരത്തില് നീപ്പറപ്പിൽ നിഴലിടും, അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുഴൽ. താങ്ക് യു, ഗംഭീരായിട്ട് പാടി. നല്ലൊരു, എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത് എല്ലാവർക്കും ഒരു ഉമ്മ തന്നെ. താങ്ക് യു ചക്കരെ, നന്നായിട്ടുണ്ടായിരുന്നു. ബാറ്ററി എത്രത്തോളം ചാർജ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ. കൺഗ്രാറ്റുലേഷൻസ്, 26,000 ആണ് നിങ്ങൾ നേടിയിരിക്കുന്നത്. ടെൻഷൻ വേണ്ട, ആ പൈസ കിട്ടും. എന്ത് പറ്റി? ഒന്നുമില്ല, ഉറപ്പല്ലേ? അതെ, ഇന്ന് നമ്മുടെ ബാങ്ക് ഓഫ് ബോംബെ ഇല്ല, പകരം ബാങ്ക് ഓഫ് കൊച്ചിയാണ് ബാങ്ക് ഉണ്ടോ? കിടക്കട്ടെ, അവരറിയട്ടെ. വന്നു കഴിഞ്ഞു, അയച്ചിട്ടുണ്ട്. പൈസ ക്രെഡിറ്റ് ആയില്ലേ? സന്തോഷായില്ലേ? രാജേഷേടാ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്നാ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? അപ്പൊ അടുത്ത തവണ വരുമ്പം ഗംഭീരമായിട്ട് വരാം. മോളെ, അടുത്ത തവണ പാട്ടും ഡാൻസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. അക്കുത്തിക്കുത്താനവരമ്പ കയ്യും കുത്ത് കരിങ്കുത്ത്, ചീപ്പ് വെള്ളം താറാ വിപ്പുര കയ്യിലൊരു ബാങ്ക്. അയ്യടാ, ഇതെന്തോടാ കളിക്കുന്നത് ഇവിടെ? ഇവിടെ സ്കിറ്റ് കളിക്കാൻ വന്ന ഇതാണോ കളിക്കണ്ടേ? അതെ, നിങ്ങൾ നീ പിള്ളേരുടെ കൂടെ, നിങ്ങൾ അവിടെ ഇരിക്കേണ്ടവരല്ലയോ? ഇവര് കുട്ടികളല്ലേ, ഞങ്ങള് കുട്ടികളാ. ബെസ്റ്റ്. പക്രു ചേട്ടാ പറഞ്ഞ കേട്ടോ. അതല്ല, ഇതിന്റെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആണെന്ന് മനസ്സിലായി. ലക്കി ഡോക്ടർ ആണല്ലേ? അതെ. എനിക്ക് ഇങ്ങനെ സൈഡ് നിൽക്കുന്ന ആളെ മനസ്സിലായില്ല. ആ പൂവൊക്കെ വെച്ച് സിസ്റ്റർ ആണോ ഈ ഹോസ്പിറ്റലിലെ?
എന്തത്? ശകുന്തളയെ കണ്ടിട്ട് മനസ്സിലായില്ലേ? അച്ഛോ. സിസ്റ്റർ ശകുന്തള. അപ്പൊ ഈ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ആള് അശ്വജിത്ത് എന്നതാ അശ്വജിത്തിന്റെ റോള്? എന്റെ പേരെന്തായിരുന്നു? ദുഷ്യന്തനല്ലേ? കറക്റ്റ്. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോ തെറ്റെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോടാ? കുറച്ച് പക്രുചേട്ടാ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഹോസ്പിറ്റല്, ഒരു ഡോക്ടർ, 2 കഥാപാത്രങ്ങൾ. നിങ്ങൾ ഇതിലുണ്ടോ? ഇല്ല. അല്ല, അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണുന്നതല്ലേ നല്ലത്. അതെ. അപ്പൊ നിങ്ങൾ സ്ഥലം കാലിയാക്കിക്കോ. നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. കണ്ടന്റ് ഏകദേശം നമുക്ക് പിടികിട്ടി. ഹോസ്പിറ്റൽ സീനാണ്. ചിരിക്കാനുള്ള അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവർ ഇപ്പൊ തരും. അങ്ങനെയാണെങ്കിൽ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, ബാറ്ററി ഓൺ ആക്കിക്കോ. ഓണായോ? ഓണായിരിക്കട്ടെ. പിള്ളേരെ നിങ്ങൾ റെഡിയാണോ? പൈസ വാരിക്കോരി മേടിച്ചോണം. അതിന് ഞങ്ങളെ ചിരിപ്പിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈ തപോവനത്തിൽ എന്തിനാണ് ശകുന്തള നീ ഒറ്റക്കാലിൽ നിൽക്കുന്നത്? പിന്നെ ദർഭമുന കൊണ്ടാ ഇങ്ങനെയല്ലാണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റോ? ശകുന്തളെ, നിന്റെ കാലിൽ ദർഭമുന കൊണ്ടല്ലേ? എന്റെ വായിലടി എന്നെ കേക്കും. ആ പെരട്ട സ്റ്റേജിൽ കൊണ്ട എന്നെ കേട്ടിട്ട് ദർഭമുനക്ക് പകരം ഒരു ആണി കൊണ്ടതാ. ശകുന്തളെ, നമ്മളിപ്പോ ഈ ആശുപത്രിക്ക് എന്തിനാണ് വന്നത്? ടി എടുക്കാൻ. ടി എടുത്തിട്ട് വേണം ബാക്കി നാടകം കളിക്കാൻ. അങ്ങ് നിന്ന് വെള്ളക്കോട്ടിട്ടൊരു വണ്ടി വരുന്നു ദുഷ്യന്ത. വണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളക്കോട്ടിട്ട പരുന്താണല്ലോ. നിങ്ങൾക്ക് ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. 1 മിനിറ്റ്. ആ പാട് സ്കിറ്റ് 4 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് 1 മിനിറ്റ് ഇത് പറഞ്ഞു തീർക്കാൻ തന്നെ നീ 2 മിനിറ്റ് എടുത്ത്. ഇപ്പൊ ഞാൻ ആരാന്ന് മനസ്സിലായി കാണും. നമ്മള് മെക്കാടി ശാന്ത. ശാന്തം കൊണ്ട് പോകുന്നല്ലേ? അല്ല എന്റെ പൊന്നു ഡോക്ടറെ, അവളുടെ കാലൊന്ന് പരിശോധിക്ക്. കാലൊക്കെ പരിശോധിക്കാം, പക്ഷെ OP എടുത്തോ? പൊന്നു സാറേ, OP എടുക്കല്ലേ, കൊള്ളത്തില്ല. ഭയങ്കര തലവേദന. എടാ, ടിക്കറ്റ് എടുത്തോന്ന്. പിന്നെ ഡെയിലി എടുക്കും. എന്നിട്ട് എന്ന് രാവിലെ പത്രത്തിന്റെ കൂടെ വെച്ചോക്കും. ഒന്നും അടിക്കില്ലെന്നേ, ചുമ്മാതാ. എന്ത് ലോട്ടറി ടിക്കറ്റ്? എടാ, OP ടിക്കറ്റ് എടുത്തോന്ന്. ഡോക്ടറെ, എന്താ പേര്? ശകുന്തള. 31 പൈസ. 31 പൈസ അല്ല, 31 വയസ്സ. എന്താ പറ്റിയത്? എന്റെ കാല് മാണി കേറി. ഇതൊക്കെ ചെറുത്. വാ വലിച്ച് കീറല്ല പറഞ്ഞേ, പതുക്കെ തുറക്കാനാ പറഞ്ഞേ. അതെ, എന്റെ കാലും വേണം ഡോക്ടറെ ആണി കേറിയത്, അല്ലാണ്ട് വായിക്കാത്തല്ല. ഈ ഡോക്ടർ ഇച്ചിരി വായി നോക്കും. അത് ഡോക്ടറെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്ത് വായി നോക്കിയാണെന്ന്? വാ തുറന്നേ. അതെ, വാഴിന്റെ ഉള്ളിൽ കയറി നോക്കാണ്ട് പുറത്തു നിന്ന് നോക്ക്. ഇത് വായാണോ അല്ലെങ്കിൽ ബേക്കറി ആണോ? ബേക്കറിയാ. അതിനകത്ത് അച്ചപ്പ മുറുക്കും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ തന്ന അച്ചപ്പ മുറുക്കും ഒറ്റയ്ക്കങ്ങ് മിനിങ്ങല്ലേ? എനിക്ക് ഒന്നിന്റെയും കേടില്ലേ. എന്റെ പൊന്നു ഡോക്ടറെ, അവളുടെ കാലൊന്ന് നോക്ക്. ഇതെന്നാ കാലിലൊരു ചുമന്ന പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്നേ? ഓ, അതാണിക്ക് തുരുമ്പറാതിരിക്കാൻ പ്രൈമർ അടിച്ചു വെച്ചാണ്. കാലിൽ ഒരാണെന്ന് പറഞ്ഞൊരു കോഴിക്കോട് അടിക്കാനുള്ള ആണുങ്ങളുണ്ടല്ലോ. അതിൽ ഒരാണി സ്റ്റേജിൽ നിന്ന് കയറിയാണ്. ബാക്കിയാണ് ഇവളുടെ അഭിനയം ശരിയാവാത്തോണ്ട് കമ്മിറ്റിക്കാര് പിടിച്ചിർത്തി ചുറ്റിയും കൊണ്ട് അടിച്ചു കയറ്റിയാണ്. അപ്പൊ നിന്റെ കാലിൽ അടിച്ചില്ലേ? എന്റെ കാലിലല്ല ആണി അടിച്ചത്. ഈ മുള്ളങ്ങനെ കൊണ്ടുവന്ന വിശദമായിട്ട് പറ. തപോവനത്തിൽ ഈ ശകുന്തള ഉല്ലസിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശകുന്തളയുടെ കാലിൽ ദർഭമുന കൊണ്ടത്. ഈ ശകുന്തളെ, അതേ ദുഷ്യന്ത. ആണയാണോടാ എനിക്ക് ദർഭമുനയായത്? അങ്ങനെ ദർഭമുന കൊണ്ട ശകുന്തളയെ ഒരു ടി എടുത്തിട്ട് പോകാൻ അനുവദിക്കൂ. വെള്ളധാരി, ആദ്യത്തെ ഇൻജക്ഷൻ ഇവൾക്കല്ല കൊടുക്കണ്ടേ, നിനക്കാ. കാലിന്റെ ഉപ്പൂറ്റിൽ ആണി ഒടിഞ്ഞിരിപ്പുണ്ടോന്ന് അറിയണമെങ്കിൽ ഒന്ന് പഴിപ്പിച്ചു നോക്കണം. പഴിപ്പിക്കാനേ ഇതെന്റെ കാലിന്റെ ഉപ്പൂറ്റാണ്, അല്ലാണ്ട് മൂവാണ്ട മാങ്ങയൊന്നല്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടറെ? നമ്മളിതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതല്ലേ. ഇനി കത്തി വെക്കേണ്ടി വരും. പിന്നെ ഇത്ര നേരം നിങ്ങൾ ഇവിടെ എന്തോന്ന് വെച്ചായിരുന്നത്? എന്ന് നമുക്ക് ലാലേട്ടന്റെ തുടരും സിനിമ കാണാം. സൂപ്പർ സിനിമയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്ന ആരെയാടാ? ഓപ്പറേഷൻ തിയേറ്ററിൽ ആണെങ്കിലും ഞാനുണ്ട്.
നീ എന്തിനാ വരുന്നേ? അല്ല ഈ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കാലോ. എന്നിട്ട് വേണം കുഞ്ഞുകുഞ്ഞ് ഓപ്പറേഷനുകളൊക്കെ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ. കൊച്ചു കള്ള. നിങ്ങൾ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ പൊക്കിളിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോ ഇവിടെ MBBS പഠിക്കുന്ന പിള്ളേരെ മരണക്കിണറിൽ എത്തി നോക്കുന്ന പോലെ എന്റെ പൊക്കിളിൽ എത്തി നോക്കി എഴുതിയെടുത്ത് പഠിച്ച് ഇപ്പൊ അവര് ഡോക്ടറായി. ഒന്നാണ് എനിക്ക് മനസ്സിലായത്, എന്റെ പൊക്കിളിൽ ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു. മണ്ട, തന്റെ പൊക്കിൾ നോക്കി താൻ തന്നെ പഠിച്ചിരുന്നെങ്കിൽ തനിക്കൊരു ഡോക്ടർ ആവായിരുന്നല്ലോ. ബുജ്ജി ആണ് ബുജ്ജി. അപ്പൊ ഡോക്ടറും ഇപ്പൊ പൊക്കിൾ നോക്കി പഠിച്ചിട്ടല്ലേ ഡോക്ടറായത്? കുത്തി വെക്കണം ഈ പൊക്കിള്ള. ഈ പൊക്കിള്ളല്ല, കൈ നീട്ടു വച്ചേ. എന്നെ കുത്തരുതേ. അവിടെ നിന്ന് നാടൻ കളിക്കാണ്ട് കൈ നീട്ടു വച്ചേ. കുത്തുന്നതിന് മുമ്പേ കരച്ചില്ലോ. നീ ആ കുത്തിയെടുത്തല്ലല്ലോ വേദന. എന്റെ ശകുന്തളയ്ക്ക് വേദനിച്ചോ? നിന്റെ ഓവറാക്ഷൻ കൊള്ളത്തില്ലടാ. കൈ നീട്ടു വച്ചേ, കൈ നീട്ടു. ഇവളും ഓവറാക്ഷൻ തുടങ്ങിയോ? എന്ത് പറ്റി ശകുന്തളേ? തപോവനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു പ്രാണനാഥ ഞാൻ. അപ്പോഴാണ് ആ വെള്ളക്കോട്ടിട്ട് വണ്ട് വന്നെന്നെ കുത്തിയത്. എന്റെ ശകുന്തളയെ കുത്തിയ വണ്ടിന്റെ 2 ചിറക് ഞാൻ അരിഞ്ഞു കളയും. എന്താ എന്റെ ചെറുകാരിയാണോ? എന്റെ ചെറുകാരി എനിക്ക് അരിഞ്ഞോ? ഇന്നാ നമ്മള് ചുമ്മാ സീരിയസ് ആയി എടുക്കല്ലേ. പിന്നെ വണ്ടിന്റെ കയ്യിലേ ഇപ്പൊ സിറിഞ്ചുണ്ട്. സിറിഞ്ചില്ലാത്തപ്പോ ഞാൻ പോയി അരിയ. പിന്നെ ആർട്ടുകാർ എന്നാ ഈ വാള് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ മുറിയും. നോക്കിയിരുന്നോ? അതെ, എന്റെ കാലിലാണ് എങ്ങനെങ്കിലും ഒന്ന് ഊരി തരാൻ പറ. എന്റെ പൊന്നു ഡോക്ടർ, അവളുടെ കാൽ താണി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഊരി തരണം. അതൊക്കെ നമ്മൾ ഊരി തരാലോ. പക്ഷെ 10,000 രൂപ ആണ്. ഒരു ആണി ഊര 10,000 രൂപ. ഒരു 250 രൂപ കയ്യിൽ അങ്ങ് വെച്ചേരും. ആണി എങ്ങനെങ്കിലൊക്കെ ഒന്ന് ഊരി തരണം. ഒരു 250 രൂപയ്ക്ക് അവളുടെ കാലിൽ ആണി ഊരണം. ഒരു മിനിറ്റ്, ഇപ്പൊ സെറ്റാക്കി തരും നമ്മുടെ ഡോക്ടറാ. ഇതെന്തിനാ ഈ ചുറ്റിക? 250 രൂപയ്ക്ക് ഈ ചുറ്റി കൊണ്ട് അവളുടെ കാലിൽ ആണി ഊരിയാ മതി. ഡോക്ടറല്ല, വെള്ളക്കോട്ടിട്ട് വണ്ട്. നിങ്ങളുടെ ഈ സ്കിറ്റിന് ഞങ്ങൾ എല്ലാരും ചിരിച്ചു, കൈയടിച്ചു. പക്ഷെ അവിടെ ബാക്കി ഇരിക്കുന്ന 3 പേരെ കണ്ടോ? എന്നാ ചിരിയായിരുന്നു എന്നറിയോ? എന്നെ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിനെ ആയിരുന്നോ? എനിക്ക് വണ്ടിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ശകുന്തള ചേച്ചിയാ. ശകുന്തള ചേച്ചി ഓക്കെ അല്ലേ? എന്ത് പറയാൻ പറ്റും, ആയിപ്പോയില്ലേ. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. പക്രുചേട്ടൻ പറയണേ 3 പേരെ ഒരേപോലെ ഇഷ്ടമല്ലോ? 100% അത്രേ ഉള്ളൂ. 3 പേര് പൊളിച്ചടിക്ക്. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് കുട്ടികൾ ഈ സ്കിറ്റ് കളിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് തമാശകളൊക്കെ ഇതിനകത്ത് നിങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു. സൂപ്പർ. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് വന്നൊരു ഫീൽ ഇല്ലേ ഇങ്ങോട്ട് വന്നപ്പോ? അല്ല, വെക്കേഷൻ എന്ത് ചെയ്ത സമയം കളഞ്ഞു? ഞാന് ഒരു സിനിമക്ക് പോയി. ആണോ? എന്നിട്ട് ഏത് സിനിമയ്ക്കാ പോയ? എങ്ങനെ പോയി? ആരുടെ കൂടെ പോയി? തുടരും സിനിമയില് പോയി കണ്ട്. സാധാരണ റിവ്യൂസ് പറയുന്നത് ഞാൻ പോവാറില്ല. അപ്പൊ ഇന്നെന്തോ വാപ്പി എന്താ ഫേസ്ബുക്ക് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കണ്ട് എന്താ നല്ല സിനിമയാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഈ റിവ്യൂ കണ്ടിട്ടാണോ സിനിമയ്ക്ക് പോണത്? റിവ്യൂ സാധാരണ കണ്ടിട്ടൊന്നും പോവാറില്ല. ഈ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം അതിനായിട്ട് താല്പര്യം. എല്ലാരും ഇങ്ങനെ റിവ്യൂ ഇങ്ങനെ പറയുന്നു. അല്ലാണ്ട് പോവാണെങ്കിൽ എനിക്ക് ഞാൻ പോപ്കോണിന് വേണ്ടി മാത്രം പോകും. അതില് വേറൊരു സംഭവം ഉണ്ടല്ലേ പക്രു ചേട്ടാ? അതായത് പണ്ടാണെങ്കിൽ തിയേറ്ററിൽ കിട്ടുന്ന കപ്പ ചിപ്സ് പുറത്ത് കിട്ടൂല. ആ ടേസ്റ്റ് ഒരിടത്തും കാണില്ല. അതുപോലെ പോപ്കോൺ ഇപ്പൊ തിയേറ്ററിലെ പോപ്കോണിന്റെ ടേസ്റ്റ് പുറത്ത് കിട്ടില്ല. ഞാനോർത്ത് ഇതിനകത്ത് എന്തുകൊണ്ട് ഇത്രയും മാത്രം ഉള്ളതെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്നിട്ടോ നോക്കിയപ്പോ അതിനുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു.
രക്ഷപ്പെട്ടു. ഈ റിവ്യൂ കൊണ്ട് പിടിക്കണം. അല്ല അത് മാത്രല്ല ഭയങ്കര അറിവുള്ള ലൈനിൽ തന്നെ നിൽക്കുന്നത്. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ നിമ്ര അഭിനയിക്കോ? ലാലേട്ടനെ വലിയ ഇതൊന്നുമില്ല എനിക്ക്. ശരി, പിന്നെ ആരെയാ ഇഷ്ടം? പിന്നെ ആരെയാ ഇഷ്ടം? ഉണ്ണിമുന്തനെ. ചേട്ടാ, മാർക്കോ 2 വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ണിച്ചേട്ടൻ ഇനി ഏതെങ്കിലും ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ നിമ്രനെ ഒന്ന് വിളിക്കണം. കാരണം നിമ്രയ്ക്ക് വളരെയധികം ഇഷ്ടമാണ് ഉണ്ണിച്ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി, അല്ലേ? ഉണ്ണിച്ചേട്ടന്റെ കൂടെ കിട്ടിയാ ഞാൻ എന്താ ചെറിയൊരു സീനാണെങ്കിലും മതി, നടക്കട്ടെ. അല്ല എന്റെ കൂടെ ഒരു അവസരം കിട്ടിയാൽ വരുമോ അഭിനയിക്കാൻ? പക്രുചേട്ടന്റെ കൂടെ ആണെങ്കിലും പോ. മക്കളെ, ഈ ഉണ്ണിമൂന്നിന് ഇഷ്ടപ്പെടാൻ എന്താ കാര്യം? മസിലുള്ളതുകൊണ്ടാണോ? അതല്ല, എനിക്ക് പണ്ടൊന്നും ഇഷ്ടല്ലായിരുന്നു. പിന്നെ ആ മാർക്ക് വന്നു തുടങ്ങിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഉണ്ണിമൂന്നിനെ. ഇവിടെ ലക്കിക്കോ തന്നെയാണ് പറഞ്ഞത്, അല്ലെ? ലക്കി ഉണ്ണിച്ചേട്ടന്റെ കൂടെയാണ്. ശരി, നമ്മുടെ അശ്വജിത്ത് തമിഴിലായിരിക്കും മലയാളം, കാരണം ഇവൻ തമിഴിലും മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ അഭിനയിച്ച നടക്കാണ്. പറടാ, നീ ആരോട്? മലയാളത്തില് ആരോടെ? ലാലേട്ടൻ. ശരി, രണ്ടാം തീയതി കഴിഞ്ഞിരിക്കും. ഇപ്പൊ എല്ലാം കറക്റ്റ് ആയി, കൊള്ളാം. അപ്പൊ അങ്ങനെ നമ്മൾ വെക്കേഷന്റെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറിയെന്ന് നോക്കിയാലോ? അതിനു മുമ്പ് ഇത് കഴിയാൻ പോവല്ലേ, ബാറ്ററി കാണിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരും. ശരി ശരി, ആദ്യം ബാറ്ററി കാണാം. കരനിറയെ പണമുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ ആടിപ്പൊളി. 12,000 rupees ആണല്ലോ നേടിയിരിക്കുന്നത്. ഗംഭീരമാണല്ലോ. ഹാപ്പി ആയില്ലേ? അതിപ്പോ എത്ര ആയാലും അവരിത് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, ശ്രദ്ധിക്കാൻ കിറ്റ് കളിക്കാ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ ബാങ്ക് ഓഫ് കൊച്ചി അതെ, ഞങ്ങൾക്ക് ആ പൈസ ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങൾ ഞങ്ങൾ അടി ഉണ്ടാക്കട്ടെ. ഞങ്ങൾക്ക് സ്വസ്ഥത തരാമെന്ന ചലഞ്ച് ആർക്കാടാ? ഞാൻ കുറച്ച് ഫിഗർ ചെയ്യും, നിങ്ങളെല്ലാരും അത് ആരാന്ന് പറയണം. ആദ്യം നമുക്ക് ആദ്യം അവർക്ക് ഒരു ചാൻസ് കൊടുക്കാം, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോവേ. ആദ്യത്തെ ആരാ? മൈക്ക് പറ, മൈക്ക് പറ. പ്രേം നസീർ. പ്രേം നസീർ. നസീർ സാറ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത അവർക്ക് കൊച്ചിൻ ഹനീഫ. കൊച്ചിൻ ഹനീഫ ഒന്നുകൂടെ കാണിച്ചേ. അല്ലല്ല, ഇന്നസെന്റ്. ഒന്നും കൂടെ. സുകുമാരൻ. എനിക്ക് കിട്ടി. ജയൻ സാറ്. ഇനി അടുത്ത പക്രുചേട്ടൻ. താങ്ക് യു. ലാസ്റ്റ് വൺ പക്രുചേട്ടൻ. അയ്യോ, ഇത് ആരാന്നങ്ങ് മനസ്സിലായി. ഇത് ടിനിച്ചേട്ടൻ. അല്ല ഒറ്റ തവണ ഇതിന് വല്ല സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലക്കി? ഡയലോഗ് കൂടെ അങ്ങനെ ചിലപ്പോ കിട്ടും. കഴിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് തടവിത്തരാൻ എന്റെ കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്താൻ ഒടുവിൽ ഒരാൾ വടിയാവുമ്പോൾ നെഞ്ചു കടിച്ചു കരയാൻ എനിക്കൊരു മക്കാച്ചിയെ വേണം, കത്തിനെ വേണം. പോരുന്നോ എന്റെ കുഡ? മനസ്സിലായി. പറഞ്ഞ പക്രുചേട്ടാ. വിതുര തങ്കച്ചൻ. ഇത്രയൊക്കെ കാണിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇവർക്കാർക്കെങ്കിലും മനസ്സിലായോ? ആരാ? നിങ്ങക്ക് മനസ്സിലായോ? ഇവർക്ക് മനസ്സിലായോ ആരാന്ന്? നമ്മുടെ മറ്റേ ഏത്? സത്യമായിട്ട് സത്യം സാർ കേട്ടോ. നമുക്ക് ശരിയാ. ഞങ്ങൾക്ക് ആദ്യമേ മനസ്സിലായി, എല്ലാരെയും നമുക്ക് മനസ്സിലായി. പിന്നെ രസത്തിന് വേണ്ടി നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞേട്ടാ. നിന്റെ അടുത്ത കഴിവുകൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ വേണം കേട്ടോ. അവിടെ നമുക്ക് അടുത്ത തവണ പറയാം. ഞാനൊരു ആക്ഷൻ കാണിക്കാം. എല്ലാം തീർക്കാതെ ഇനി നിനക്ക് ഇവിടെ പരിപാടി ഉള്ളതാണ്. ശരി, ഇനി എല്ലാരും ഗെസ് ചെയ്തോളാം. ഞാനൊരു ആക്ഷൻ പറയാൻ പോവാണ്. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോ നീന്തി അങ്ങ് പോവാന്ന്, പക്ഷെ നീന്തലല്ല, ബാക്കി പെർഫോമൻസ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചിരിക്കോ?
ഇതല്ലേ കേട്ടെ അത് തന്നെ സാധനം. ഓ എനിക്കിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നല്ലേ? അല്ല ഇനി കോമഡി പറ. ഇല്ല കോമഡി ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവരെന്നോട് പറഞ്ഞു ഇങ്ങനെ ചിരിക്കണം, ചിരിക്കുമ്പോ അതിനൊരു കൗണ്ടർ ഉണ്ടെന്ന് പറയാൻ വന്നു. അത് ഞാൻ ആദ്യമേ പറഞ്ഞു നോക്കിയതാ, നടന്നില്ല. ആർക്കാണ് അവിടെ പെർഫോമൻസ് ചെയ്യേണ്ടത്? സ്കിറ്റിനല്ല സ്റ്റേറ്റ് അവാർഡ് 2 എണ്ണം അല്ലേ? എന്തിനാണ് മേടിച്ചത്? ഇതുപോലെ കൗണ്ടർ അടിച്ചാനാണോ അഭിനയിച്ചതിനാണോ? കണ്ടിട്ട് പറയണോ അത് എന്താ സംഭവം? എന്തായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്? നാടകം. ഏത് നാടകം? കുരങ്ങ മനുഷ്യൻ. കുരങ്ങ മനുഷ്യൻ. എന്നിട്ട് അതിന് 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ആ കുരങ്ങ മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ? പെർഫോം ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയ ബിറ്റ് ആ നമുക്കത് കാണാം അല്ലേ? ശരി ബയോ. ചിരിച്ചോ ചിരിച്ചോ, എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ. എന്റെ ഈ രൂപം കണ്ട് നിങ്ങൾ ആർത്ത് ചിരിക്കുമല്ലേ? ആർത്ത് ചിരിച്ചോ. മതി വരുവോളം ചിരിച്ചോ. അത് പോരെങ്കിൽ എന്നെ നോക്കി കല്ലെറിഞ്ഞോ. ഞാൻ മനുഷ്യനല്ല, കൊരങ്ങനാ, ഒരു കൊരങ്ങ് മനുഷ്യൻ. അതെന്താ അറിയോ, ഇത്രയും നേരെ ഈ തമാശ പറഞ്ഞ് ഇതായിട്ട് നിന്ന് നിഖിലല്ല, വേറൊരാള്. നിഖിലിന്റെ കല്യാണം കഴിഞ്ഞല്ലോ? ഇല്ല, അതുകൂടെ പറഞ്ഞു. നിഖിലിന്റെ കല്യാണം കഴിഞ്ഞതല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞേക്കാവേ. ശരി, ഇനി അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് നമുക്ക്. ചേട്ടനും കിട്ടിയിട്ടുണ്ട് അല്ലേ അവാർഡ്സ് ഒക്കെ? അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്വന്തമായി കഥ എഴുതിയ ഷോർട്ട് ഫിലിം, ഞാനും മോളും അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ് അഷ്ടസ്വപ്നങ്ങൾ. ക്ലൈമാക്സിൽ ഒരു ചെറിയ സീൻ ഉണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് കാണിച്ചു പ്ലീസ്. അമ്മ, എനിക്ക് അച്ഛനൊന്ന് കാണിച്ചു തരോ അമ്മ? ഞാൻ എന്റെ അച്ഛനെ കണ്ടിട്ടില്ല അമ്മ. അച്ഛൻ കൊണ്ടുവന്ന പാവെങ്കിലും എനിക്ക് കാണിച്ചു താ അമ്മ. അമ്മ, അവരോട് ആ പാവ കത്തിക്കലെന്ന് പറ അമ്മ. അമ്മ, അവരോട് ആ പാവ കത്തിക്കലെന്ന് പറ അമ്മ. അടിപൊളി അടിപൊളി. ഇനി ആരാളെ ഇങ്ങനത്തെ പെർഫോമൻസ് ചെയ്യുന്നേ? അഭിനയിക്കുന്നവര് എല്ലാരും അഭിനയിക്കുന്നവരാന്നറിയാം. ആ എലീനയോട് കോമഡി പറയില്ലെന്ന് പറയാമ്മ. ശരി, ഞാൻ കോമഡി പറയുന്നില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു പക്രു ചേട്ടാ. ഞാനിത് കേൾക്കണം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാരും ഇന്നത്തെ എപ്പിസോഡ് എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ കൂടെയുള്ള അടിപൊളിയല്ലായിരുന്നോ? പക്ഷെ ലിറ്റിൽ പീപ്പിളിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ ഇനിയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യണം. ബിക്കോസ് അത്രയ്ക്കും ഫൺ ആയിരുന്നു നിങ്ങൾ. അപ്പൊ ഇനി വരുമ്പോ നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ചിരിച്ച് സന്തോഷമായിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോഴേ പക്രു ചേട്ടാ, ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും അല്ലേ? ശരി, ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.